അനന്തരം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഒരു സാധാരണക്കാരനായ പൗരൻ എന്ന നിലയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരൊറ്റ ഉദ്യോഗസ്ഥന് കാക്കിയുടെ തണലിൽ മാത്രം ഇത്ര ക്രൂരത ജനത്തിനോട് ചെയ്യാൻ കഴിയുന്നു എന്ന്. മധുബാബുവിനെതിരെ നമുക്കിപ്പോൾ പുറത്തു വന്ന ആരോപണങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം SI ആയിരുന്നപ്പോൾ, CA ആയിരുന്നപ്പോൾ, DYSP ആയിരുന്നപ്പോൾ ഏതാണ്ട് 3 ജില്ലകളിൽ നടത്തിയ നരനായാട്ടിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജുവലറി ഉടമയെ പീഡിപ്പിച്ചത്, അഭിഭാഷകനെ നേരിടേണ്ടി വന്ന മർദ്ദനം, അതിനൊപ്പം തന്നെ SFI നേതാവിന് നേരിടേണ്ടി വന്ന മർദ്ദനം, അതിനൊപ്പം ഈ ഇടുക്കിയിൽ നിന്ന് അതിക്രൂരമായ മർദ്ദനത്തിൻ്റെ കഥകൾ പുറത്തു വരുന്നു. പക്ഷേ ഇവരെല്ലാം ഇത്തരം സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും അതിൽ ഒരാളെ ഈ ചൊറിയണം തേച്ചുകൊണ്ട് പീഡിപ്പിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ കോടതി ശിക്ഷാവിധി വരെ പുറപ്പെടുവിച്ചതാണ്. അതിനുശേഷവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഈ ഉദ്യോഗസ്ഥർ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഇപ്പോൾ മധുബാബു ആയാലും VG വിനോദ് കുമാർ ആയാലും, ഇപ്പോൾ VG വിനോദ് കുമാർ ഇരിക്കുന്നത് ലോ ആൻഡ് ഓർഡർ ADGPയുടെ AG എന്ന പോസ്റ്റിലാണ്. നമ്മൾ ഈ പറയുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കസ്റ്റഡി മർദ്ദനത്തിൻ്റെ അടക്കം എല്ലാ ഫയലുകളും എത്തി അത് പരിശോധിച്ച് നടപടിയെടുക്കേണ്ട ഒരു സ്ഥാനത്താണ് ഇത്തരം ഏതാണ്ട് 10 DIG നൽകിയ 10 റിപ്പോർട്ടുകളിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥൻ ഇരുന്നിട്ടാണ് ഇതിലെല്ലാം നടപടിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട തസ്തികകളിൽ തുടരുന്നത്? മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മധുബാബു ആയാലും VG വിനോദ് കുമാർ ആയാലും ഈ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സർക്കാരിലും സ്വാധീനമുള്ളവരാണ്, ഭരണകക്ഷി പാർട്ടികളിലും സ്വാധീനമുള്ളവരാണ്, പ്രധാനപ്പെട്ട നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം തണലുകളിൽ വിരാജിക്കുന്നവരാണ് ഈ ഉദ്യോഗസ്ഥർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം, ഇന്നലെ വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ കാരണമാകുന്നത് എന്ന തരത്തിലുള്ള എന്താണ് ആ കഥ? മാധു, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ 2 മുതിർന്ന മുൻ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ചേരിപ്പോര്, അവരുടെ ചേരിപ്പോരിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം. ഒരാൾക്ക് എതിരെയുള്ള പരാതികൾ ഒരാൾ സ്വാധീനം ചെലുത്തി പുറത്തുവിടുന്നു, മറുചേരിയിൽ നിന്ന് ആ രീതിയിൽ നീക്കം നടക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ സംസ്ഥാന പോലീസ് ഏറ്റവും ഡിസിപ്ലിനായിട്ട് പോകേണ്ട ഒരു പോലീസ് ഫോഴ്സാണ്. അതിലുള്ള ഉദ്യോഗസ്ഥരാണ് ചേരി തിരിഞ്ഞു പോരാടിക്കൊണ്ട് അവരുടെ തന്നെ വൃത്തികെട്ട കഥകൾ ഇപ്പോൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പോലീസ് സേന എന്നുള്ള നേട്ടമുള്ള ഒരു പോലീസ് സേനയുടെ മുഴുവൻ ധാർമ്മികതയ്ക്കും കളങ്കം വരുത്തുന്ന രീതിയിലുള്ള കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, ദൃശ്യങ്ങളാണ് ഇപ്പോൾ. അല്ല, അത് അങ്ങനെയൊക്കെ തന്നെ വേണം പുറത്തു വരാൻ എന്നുള്ളതാണ് പറഞ്ഞു പോകേണ്ടത്. കാരണം ഒരു മനുഷ്യനും കാണാതെ പോകേണ്ടിയിരുന്ന നിലവിളികൾ, അത് അനീതി, മൂടിവെക്കപ്പെട്ട സത്യം, ഇതൊക്കെ പുറത്തു വരണമെങ്കിൽ കാലം ഒരു വഴി കണ്ടിട്ടുണ്ടാകണമല്ലോ. അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ ഈ ചേരിപ്പോരിന്റെ പേരിലൊക്കെ ഇത് പുറത്തു വരുന്നത്.